ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്യൂട്ടായിട്ടുള്ളൊരു മിനി ഡസ്റ്റ്ബിൻ ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി അതൊരു പേപ്പർ ഗ്ലാസ് എടുക്കുക. പേപ്പർ ഗ്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പ്രിൻ്റ് വരാത്ത രൂപത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ അമ്മ പ്രിൻ്റ് ഉണ്ട്. ഇനി പ്രിൻ്റ് ഉള്ളവരാണെങ്കിൽ നമുക്ക് കളർ പേപ്പർ വെച്ചൊന്ന് ഇത് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പെയിൻ്റാണ് ചെയ്യുന്നത്. ഞാനൊരു ഗ്രീൻ കളർ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 2 പേപ്പർ ഗ്ലാസ് എടുത്ത് വിചാരിച്ച് രണ്ടും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു പേപ്പർ ഗ്ലാസ്സിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മൊത്തം പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് എൻ്റെ കട്ടിങ് മാറ്റിൽ കുറച്ചായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ സാരമാക്കുന്നില്ല, നമ്മൾ ഈ രീതിയിലേക്കാണ് വരുന്നത്. ഇപ്പം നമ്മൾ മൊത്തം പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ അതിൻ്റെ ഒരു പകുതി വശമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ആ പീസാക്കിയ അത് ഒന്നും കൂടി പീസാക്കി കൊടുക്കുക. ഇനി അത് വീഡിയോ കാണിക്കുന്ന മാതിരി ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് മുമ്പ് നമ്മുടെ അതിന് വെക്കാൻ ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുക. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. നമുക്കുണ്ടോ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് മാതിരി. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മറ്റേ പേപ്പർ ഗ്ലാസ് എത്തിയിട്ട് എത്ര ഭാഗമാണോ നമുക്കിങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അതാ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുമ്പോൾ കണ്ടോ നമുക്കിങ്ങനെ ഇതാക്കി വരുന്ന. ഇനി ഇതിന് നമുക്കൊരു ടോപ്പ് ഉണ്ടാക്കണം. ഒരു ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പേപ്പർ ഗ്ലാസിൻ്റെ ഒരു വശം എടുത്ത് വട്ടത്തിൽ കട്ട് ചെയ്ത ശേഷം അതിൽ ഗ്രീൻ കളറ് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ടാപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തു പുറം വശം. പുറത്ത് മാത്രം ഒട്ടിച്ചാൽ പോരാ, നമുക്ക് ഈ ഉള്ളിലും ഒട്ടിക്കണം. അപ്പോൾ ഉള്ളിലും ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ കുറച്ചും കൂടി കവർ സ്റ്റിക്കറൊക്കെ വേണ്ടേ. അപ്പോൾ ഇതാ ഇതെൻ്റെ കുറച്ച് കവർ സ്റ്റിക്കറാണ്. ഇത് ഒരു ലബൂബു കവർ സ്റ്റിക്കറാണ് മൊത്തത്തിൽ വരുന്നത്. ഇതിന് കുറച്ച് കവർ സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്കതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഐറ്റം മൂടിൻ്റെ അടപ്പ് മാതിരിയുള്ള ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ കവർ സ്റ്റിക്കർ കുറേ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.